മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര. ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഡൊമിനിക് ജെ കാട്ടൂർ. അശ്വമേധം 1962 തോപ്പിൽ ഭാസി പ്രസിദ്ധീകരിച്ച അശ്വമേധം നിരവധി അരങ്ങുകളെ സജീവമാക്കിയ നാടകമാണ്. ഗഹനമായ ഒരു വിഷയം ഗൗരവപൂർവം കൈകാര്യം ചെയ്തുകൊണ്ട് പ്രബോധനാത്മകമായ സന്ദേശം പ്രേക്ഷകർക്ക് നൽകാൻ തോപ്പിൽ ഭാസിക്ക് കഴിഞ്ഞിരിക്കുന്നു. കുഷ്ഠരോഗവും സമൂഹവും എന്ന വിഷയമാണ് ഈ നാടകത്തിൽ കൈകാര്യം ചെയ്തിട്ടുള്ളത്. പൊതുജനാരോഗ്യ പ്രചാരണം, കുഷ്ഠരോഗ നിവാരണം എന്നീ ലക്ഷ്യങ്ങൾ നിർവഹിക്കുന്നതിൽ ഈ നാടകം വഹിച്ച പങ്ക് നിസ്തുലമായിരുന്നു. കുഷ്ഠരോഗിയായ വ്യക്തിയുടെ മനോഭാവം, സഹജീവികളുടെ പ്രതികരണങ്ങൾ എന്നിവയെല്ലാം അശ്വമേധത്തിൽ ഗൗരവത്തോടെ കൈകാര്യം ചെയ്യുന്നു. നിത്യജീവിതത്തിൽ നിന്ന് നാടകവേദിയിലേക്ക് കടന്നു വന്നവരാണ് ഇതിലെ കഥാപാത്രങ്ങൾ. കടുത്ത അന്ധവിശ്വാസിയായ കേശവസ്വാമിയുടെ മകളാണ് സരോജം. അവൾക്ക് 3 സഹോദരങ്ങൾ കൂടിയുണ്ട്. താൻ സ്നേഹിക്കുന്ന മോഹനനുമായുള്ള സരോജത്തിൻ്റെ വിവാഹം നിശ്ചയിച്ചിരിക്കുകയാണ്. ചിത്രകാരി കൂടിയായ സരോജം വിരലിൽ തരിപ്പ് തോന്നിയതിനാലാണ് ഡോക്ടറെ കാണുന്നത്. തനിക്ക് കുഷ്ഠരോഗത്തിൻ്റെ ലക്ഷണങ്ങൾ കാണാൻ തുടങ്ങിയിരിക്കുന്നു എന്നറിഞ്ഞ അവൾ തകർന്നു പോകുന്നു. സങ്കടത്തോടെ മോഹനോട് ഈ വിവരം അവൾ അറിയിക്കുന്നു. ഒടുവിൽ അവൾ സാനിറ്റോറിയത്തിൽ താമസിക്കാൻ തീരുമാനിക്കുന്നു. സരോജത്തിൻ്റെ രോഗം ആരോ കൂടോത്രം ചെയ്തിട്ടാണെന്ന് കേശവസ്വാമി കരുതുന്നു. സരോജത്തെ ചികിത്സിക്കുന്ന ഡോക്ടർ തോമസ് ആദർശധീരനായ ഒരു വ്യക്തിയാണ്. കുഷ്ഠരോഗികളോട് അയാൾ പ്രകടിപ്പിക്കുന്ന സഹതാപവും കരുണയും അയാളുടെ വീട്ടുകാരെ അലോസരപ്പെടുത്തുന്നുണ്ട്. സരോജത്തോട് അടുക്കുന്ന ഒരു ഭിക്ഷക്കാരൻ ഉണ്ട് നാടകത്തിൽ. അയാളോട് ഡോക്ടർ തോമസ് പരുഷമായാണ് പെരുമാറുന്നത്. അയാൾ ഡോക്ടർ തോമസിനോട് പറയുന്നു, ലോകം വെറുത്തവരാണ് യമാനെ കുഷ്ഠരോഗികൾ. കുഷ്ഠരോഗിയോട് ഭാര്യയ്ക്കും വെറുപ്പാണ്, മക്കൾക്ക് വെറുപ്പാണ്, എല്ലാവർക്കും വെറുപ്പാണ്. സരോജത്തിൻ്റെ രോഗം ഭേദമായി എങ്കിലും പഴയ പോലെ വീട്ടുകാർ അവളെ സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല. വിവാഹം ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന മോഹനനും അവളിൽ നിന്നകന്നു. ഒടുവിൽ ഡോക്ടർ തോമസ് അവളെ തൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചു. അതും അവൾ നിരസിച്ചു. ഒരു നേഴ്സായി സമൂഹത്തെ സേവിക്കാനും കുഷ്ഠരോഗികളെയും സമൂഹത്തെയും ബോധവത്കരിക്കാനുമാണ് തൻ്റെ താൽപ്പര്യം എന്ന് സരോജം അറിയിക്കുന്നു. അവളുടെ കൈകൾ കൂട്ടിപ്പിടിച്ച് ഡോക്ടർ ഇങ്ങനെ പറയുന്നു, ശാസ്ത്രത്തിന് തോൽവിയില്ല സരോജം, എന്നാൽ അതിന് ഒട്ടനവധി രക്തസാക്ഷികൾ ഉണ്ട്. ഈ സംഭാഷണത്തോടെ അശ്വമേധം അവസാനിക്കുന്നു. ഹൃദയസ്പർശിയായ ഒരു ശോകനാടകമാണ് തോപ്പിൽ ഭാസിയുടെ അശ്വമേധം. കുഷ്ഠരോഗികളുടെ മനസ്സ് ലോകത്തിനു മുൻപിൽ തുറന്നു വയ്ക്കുകയും അന്ധവിശ്വാസജടിലമായ സമൂഹം അവരോട് കാട്ടുന്ന അവഗണന തുറന്നു കാട്ടുകയും ചെയ്യുന്നു ഈ നാടകം. അങ്ങനെ മലയാളത്തിലെ തികച്ചും വ്യത്യസ്തമായ ഒരു നാടകമായി അശ്വമേധം മാറുന്നു. മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.